പശ്ചിമേഷ്യയെ കുരുതിക്കളമാക്കി അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ യുദ്ധം. ഇരുപക്ഷത്തുമായി 600ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഒരു ഇന്ത്യക്കാരനും കൊല്ലപ്പെട്ടു. 2 ഇന്ത്യക്കാരെ കാണാനുമില്ല. ആശുപത്രിയിലും ജനവാസ മേഖലകളിലും അടക്കം ടെഹ്റാനിൽ അതിശക്തമായ ബോംബിംഗ് ആണ് നടന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ഭാര്യയും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. മറുവശത്ത് ഇസ്രയേലിൽ ഇറാനും ശക്തമായ മിസൈൽ ആക്രമണം നടത്തി. നെതന്യാഹുവിന്റെ ഓഫീസ് അടക്കം ആക്രമിച്ചു എന്നാണ് അവകാശവാദം. ഇന്ന് 14 ഇടങ്ങളിലേക്കാണ് ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചത്. അതിൽ ഗൾഫ് മേഖലയിലെ എണ്ണപ്പാടങ്ങളും ഗ്യാസ് ഫീൽഡുകളുമുണ്ട്. സൗദിയുടെയും ഖത്തറിന്റെയും ഊർജ്ജ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഒമാൻ ഉൾക്കടലിലെ കപ്പലുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. അതേസമയം തന്നെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായ ഹിസ്ബുള്ളയ്ക്ക് നേരെയും യുദ്ധമുഖം തുറക്കുകയാണ് ഇസ്രയേൽ. ഫൈസൽ ഹംസ വിവരങ്ങളുമായി ചേരുകയാണ്. ഫൈസൽ, ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവച്ചത് വിവിധ തലങ്ങളിലേക്ക് വ്യാപിക്കുന്ന യുദ്ധത്തിന്റെ മുഖങ്ങളെ കുറിച്ചാണ്. അതായത് ഊർജ്ജ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഇറാൻ കടുപ്പിക്കുകയാണ്. GCC രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന തന്ത്രം ഇറാൻ പയറ്റുമ്പോൾ ഇറാനെ ഒറ്റപ്പെടുത്തുക, GCC രാജ്യങ്ങളും അമേരിക്കയും ഇസ്രയേലും ചേർന്ന ഒരു അച്ചുതണ്ട് ഇവിടെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്ലാൻ. ഇതിലേത് വർക്കാകും, ഇതിലേതാണ് പ്രൊഡക്റ്റീവായി മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. എന്താണ് നിലപാട്? മധു സൂചിപ്പിച്ചതുപോലെ വിദ്യാലയങ്ങളെയും സ്കൂളുകളെയുമാണ് എന്നുള്ളത് വളരെയധികം ദാരുണമാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഗൾഫ് രാജ്യങ്ങൾക്ക് മേലെ കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നു. നേരത്തെ ഉണ്ടായിരുന്നത് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയായിരുന്നെങ്കിൽ ഇപ്പോഴതല്ല സ്ഥിതി. ഗ്യാസ് ഫീൽഡുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇന്ന് അരാംകോയിൽ നമ്മൾ കണ്ടതാണ്. ഓയിൽ റിഫൈനറികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. കുവൈത്തിലും സമാനമായ ആക്രമണം ഉണ്ടായി. പക്ഷേ അതോടൊപ്പം തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഇടപെടലാണ്. അദ്ദേഹം ഖത്തറുമായും ബഹ്റൈനുമായി സംസാരിച്ചിരിക്കുന്നു. ഒരു സമാധാനത്തിന്റെ നയതന്ത്രത്തിന്റെ പാതയിലേക്ക് ഇറാനെ എത്തിക്കുന്നതിനുള്ള ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ രാജ്യങ്ങൾക്കിടയിൽ തന്നെ 2 അഭിപ്രായമുണ്ടല്ലോ. ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താവ് അമേരിക്കയാണെന്ന് തിരിച്ചറിയുന്നവരുമുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ കടന്നാക്രമണം ഈ അവനവന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന പ്രതിഷേധമുയർത്തുന്നവരുമുണ്ട്. ഇതിൽ ഏതിടത്താണ് GCC നിലവിൽ കേന്ദ്രീകരിക്കുന്നത്? ഫൈസൽ, മധു, 2 ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഉയരുന്നത്. അതായത് ഈ താവളങ്ങളെല്ലാം വ്യോമ താവളങ്ങളാണെങ്കിലും സൈനിക താവളങ്ങളെല്ലാം അമേരിക്കയ്ക്ക് GCC രാജ്യങ്ങൾ അനുവദിച്ചു നൽകിയത് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന ഉറപ്പിലാണ്. കാരണം ഈ താവളങ്ങൾ അനുവദിക്കുന്നതിന് ഒപ്പം തന്നെ ഇതിന്റെ ചെലവ് കൂടി GCC രാജ്യങ്ങൾ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ 2-3 താവളങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ അമേരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുഴുവൻ ഇസ്രായേലിന് സുരക്ഷയൊരുക്കുന്നതാണ്. തങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ കപ്പലുകൾക്കും മറ്റും സുരക്ഷയൊരുക്കുന്നതിലാണ്. അവർ നേരത്തെ വാഗ്ദാനം ചെയ്തതുപോലെ GCC രാജ്യങ്ങൾക്ക് സുരക്ഷയൊരുക്കുക എന്നുള്ള കാര്യത്തിൽ അവർ പിന്നാക്കം പോയിരിക്കുന്നു, അല്ലെങ്കിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും ആദ്യഘട്ടങ്ങളിലെ ഈ ഡെവലപ്മെന്റുകൾ ശ്രദ്ധിക്കുമ്പോൾ. അതോടൊപ്പം തന്നെ മറുവശത്തൊരു ചോദ്യമുണ്ട്. സമീപകാലത്ത് ഇറാന്റെ സുഹൃത്തുക്കളായിരുന്നു ഖത്തർ. ഈ ചർച്ചകളിൽ മധ്യസ്ഥത വഹിച്ചിരുന്നവരായിരുന്നു ഒമാൻ. ആ രാജ്യങ്ങൾക്കെതിരെ പോലും എന്തിനാണ് ഈ തരത്തിൽ ആക്രമണം നടത്തുന്നത്? അമേരിക്കൻ താവളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉള്ള മേഖല എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഏറ്റവും സുപ്രധാനമായി അല്പം മുമ്പാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് 2 ഇറാനിയൻ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തി എന്നാണ് പറയുന്നത്, തകർത്തു എന്നാണ് പറയുന്നത്. മിസൈലുകളോ ഡ്രോണുകളോ അല്ല, അതിന് എല്ലാം അപ്പുറത്തേക്ക് വ്യോമാക്രമണത്തിന്റെ ഭാഗമായി ജെറ്റുകൾ അയക്കുന്നു ഈ അറബ് രാജ്യങ്ങൾക്ക് നേരെ, ഈ GCC രാജ്യങ്ങൾക്കെതിരെ. തൊട്ട് തലേ ദിവസം മുമ്പ് വരെ തങ്ങളുടെ സുഹൃത്തുക്കളായിരുന്ന, നമുക്കറിയാം ഇറാന് വേണ്ടി വളരെയധികം ബാറ്റ് ചെയ്തവരായിരുന്നു ഖത്തർ എന്നുള്ളതാണ്. അമേരിക്കയുമായി വീണ്ടും ഒരു രമ്യതയിലെത്തിക്കുന്നതിനായി നേരത്തെ വിവിധ രാജ്യങ്ങളിൽ ഇറാനെതിരായ സാങ്ഷനുകളുടെ ഭാഗമായി, ഉപരോധങ്ങളുടെ ഭാഗമായി തടയപ്പെട്ട ഇറാന്റെ പണം അവർക്ക് ലഭ്യമാക്കുന്നതിനായി ഏതാണ്ട് $6 ബില്യൺ അവർക്ക് ലഭ്യമാക്കുന്നതിനായി ശ്രമിച്ച രാജ്യമായിരുന്നു ഖത്തർ. അത്തരത്തിലുള്ള ഖത്തറിനെതിരെ പോലും ആക്രമണം നടത്തുന്നു എന്നുള്ളത് GCC രാജ്യങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ GCC രാജ്യങ്ങൾ വലിയ ഒരു ത്രിശങ്കുവിലാണ്. ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൂടി അവർക്ക് വലിയ സംശയമുണ്ട്. ഒരു ഭാഗത്ത് സുഹൃത്തായി, സമീപകാലത്ത് വരെ സുഹൃത്തായി നടന്ന ഇറാൻ അവരെ ആക്രമിക്കുന്നു. അവരുടെ സുപ്രധാന വരുമാന സ്രോതസ്സുകളായ ഊർജ്ജ മേഖലയെ ആക്രമിക്കുന്നു, ഹോട്ടലുകളെ ആക്രമിക്കുന്നു, അവരുടെ
UAE സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ വരുമാനം നൽകുന്നത് ടൂറിസം ഇൻഡസ്ട്രിയാണ്. അത് അടച്ചിടേണ്ടി വരുന്നു. പക്ഷേ മറുവശത്ത് അമേരിക്ക ഈ കാര്യത്തിലെല്ലാം ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, ഞങ്ങൾ സുരക്ഷിതത്വം നൽകുമെന്ന് പറഞ്ഞിടത്താണ് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയും നൽകാതെ ഇറാന്റെ ആക്രമണത്തിന് തുറന്ന യുദ്ധമുഖം എന്ന പോലെ തുറന്ന ആക്രമണത്തിന് വഴിയൊരുക്കിക്കൊണ്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ മാധു, ഈ ഒരു നിമിഷം നമുക്ക് ഒരല്പം ആശ്വാസത്തിന്റെ വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാത്രിക്ക് ശേഷം സംഭവിച്ചത്. അബുദാബിയിൽ നിന്ന് നേരിയ തോതിലാണെങ്കിലും നിയന്ത്രിതമായിട്ടാണെങ്കിലും വിമാനങ്ങൾ പറന്നുയരുന്നു. ദുബായിൽ നിന്ന് പറന്നുയരുന്നു, ഒമാനിലെ മസ്കറ്റിൽ നിന്ന് പറന്നുയരുന്നു, ഒപ്പം ഇസ്രായേലിൽ നിന്നും പറന്നുയരുന്നുണ്ട്. അതൊരു ശുഭസൂചനയായി തന്നെ നമ്മൾ കാണാം. കാരണം ഈ യുദ്ധം ഉടൻ അവസാനിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വയ്ക്കുന്നവർക്ക് അതിലൊരു ശുഭസൂചനയുണ്ട്. പക്ഷേ ആ സന്ദേശങ്ങളും ആ പ്രതീക്ഷകളും ഉള്ളപ്പോൾ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്നത് വെല്ലുവിളിയായി തന്നെ കാണേണ്ടതില്ലേ ഫൈസൽ? തീർച്ചയായും ഈ യുദ്ധം ഇറാൻ എന്താണ് ചെയ്യുന്നത് എന്ന് തനിക്കറിയില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. GCC രാജ്യങ്ങളെ എന്തുകൊണ്ട് ഇങ്ങനെ ആക്രമിക്കുന്നു, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിലാണ് ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. പക്ഷേ ട്രംപിന്റെ പ്രസ്താവനയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകമായി തോന്നിയത് ഇറാനിൽ ഇനി ഈ ഒരു യുദ്ധാനന്തരം എന്ത് സംഭവിക്കുമെന്ന് തനിക്കറിയില്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് യുദ്ധം എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ട്രംപ് ഈ യുദ്ധത്തിന് പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെങ്കിൽ ഇറങ്ങി പുറപ്പെട്ടത് ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുന്നു, നിങ്ങളുടെ ഫ്രീഡം ഇതാ വരുന്നു, അത് ലഭ്യമാക്കാൻ ഞാൻ ഈ റെജിം ചേഞ്ചിന് ആയത്തുള്ള ഖമനിയെ കൊലപ്പെടുത്തിക്കൊണ്ട് ഈ റെജിം ചേഞ്ചിന് തുടക്കമിടുന്നത് എന്നുള്ളതാണ് ട്രംപ് അവകാശപ്പെട്ടത്. പക്ഷേ യുദ്ധം നീങ്ങുമ്പോൾ ട്രംപിന്റെ ആദ്യ ലക്ഷ്യമായ ഖമനിയെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ ട്രംപ് തന്നെ അവകാശപ്പെടുന്നത് പോലെ യുദ്ധം വിതയ്ക്കുക എന്നുള്ളത് ഒരു രീതി പോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അമേരിക്ക. പക്ഷേ ആരും എന്തുകൊണ്ട് ഇത് എവിടെയാണ് നീതി എന്ന ചോദ്യം ചോദിക്കാൻ അവശേഷിക്കുന്നില്ല ലോകത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫൈസൽ ഹംസ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരും.